ഹായ്, എല്ലാവർക്കും ജക്കച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പൈനാപ്പിളും കൊണ്ടുള്ള ഒരു അടിപൊളി സ്പെഷ്യലാണ്. അപ്പോൾ വെറൈറ്റി വേണ്ടവർക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടെ വേണേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പൈനാപ്പിൾ ഇങ്ങനെ ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് വേണ്ടത്. അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് തിളച്ചോട്ടെ. അപ്പോൾ ഈ തിളച്ച് വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് 1 ഇഞ്ച് നീളത്തിലുള്ള പട്ട ഇട്ട് കൊടുക്കാം. അതുപോലെ 2 ഗ്രാമ്പും ഇട്ട് കൊടുക്കുക. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് ബാക്കിയിരുന്ന് ഒന്നും കൂടെ ഒന്ന് വെന്തോട്ടെ. അപ്പോൾ അതിനായിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുകയും കൂടെ ചെയ്യാം. നന്നായിട്ട് വെന്ത് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കുകയും കൂടെ വേണം. കുറച്ച് പോലും വെള്ളമില്ലാതെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളം ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഇത് ഫ്ലെയിം ഓഫാക്കി ഇതൊന്ന് വാങ്ങി വെക്കാം. പിന്നെ ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ എടുക്കാം. ഇവിടെ ഞാൻ പാർലീജിയുടെ ബിസ്ക്കറ്റാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതൊരു 12 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് 1/2 കപ്പ് ബിസ്ക്കറ്റ് പൊടിച്ചതാണ് വേണ്ടത്. അതൊരു ബൗളിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് തേങ്ങയാണ്. അപ്പോൾ 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് കോൺഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അത് ബിസ്ക്കറ്റിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരും. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കൈകൊണ്ടോ സ്പൂൺ കൊണ്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റുള്ള പലഹാരമാണിത്. ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണിത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പാനിലോട്ട് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ പാനിൻ്റെ സൈഡിലോട്ടൊക്കെ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുകയാണെങ്കിൽ എടുക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പത്തിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഈ മിക്സും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ലെവലാക്കി കൊടുക്കുകയും കൂടെ വേണം. അപ്പോൾ സ്പൂൺ കൊണ്ട് ഇതൊന്ന് ലെവലാക്കി കൊടുക്കുക. നമ്മളിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പുഡിംഗ് ഒക്കെ കിട്ടുന്ന പോലെ നല്ല സെറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പിലൊന്നും ഇത് കിട്ടത്തില്ല. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടറും കൂടെ 1 ടീസ്പൂണോളം ബട്ടറും കൂടെ പല ഭാഗങ്ങളിലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ ബേക്ക് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് ഈ പാൻ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ബട്ടറൊക്കെ നന്നായിട്ട് അലത്ത് വന്നിട്ടുണ്ട്. സൈഡൊക്കെ കുറച്ച് ക്രിസ്പി ആവാനും തുടങ്ങും. അതുവരെയാണ് നമ്മളിതൊന്ന് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. പിന്നെ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ചിലപ്പോൾ ഒറ്റയെടുപ്പിന് തന്നെ കറക്റ്റായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അത് നിങ്ങൾ ബട്ടറൊക്കെ സൈഡിൽ തേച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ കിട്ടും. എനിക്ക് വലിയ കുഴപ്പമില്ലാതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റുള്ള സ്നാക്ക് ഇവിടെ തയ്യാറാണ്. ഇത് അധിക നേരം വെച്ചിരിക്കാതെ ക്രിസ്പി ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഇത് കഴിക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.